ഇത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ നിന്നും വന്നിട്ട് നമ്മൾ മുണ്ടക്കയം പാതാമ്പുഴയൊക്കെ പോകുന്ന ഒരു റോഡാണ്. ആ റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് പോകുമ്പോഴുള്ള ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവേ. കോട്ടയം ജില്ല ആയതുകൊണ്ട് ഇവിടെ എവിടെ നോക്കിയാലും റബ്ബറാണ് കൂടുതൽ കേട്ടോ. നാട്ടിൻപുറത്തോടുള്ള യാത്ര ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. ഈ റോഡ് കുറേ ദൂരം ഇങ്ങനെ നല്ല ലെവൽ റോഡാണ്. പിന്നെ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നല്ല കയറ്റമൊക്കെ ആവും. കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു പാലമൊക്കെ ഉണ്ടേ. അപ്പോൾ ഇതിൻ്റെ പാലം ഉണ്ടെങ്കിൽ ഒരു പുഴ ഉണ്ടാവുമല്ലോ. അതൊരു കുറച്ച് വീടുകളിലേക്കൊക്കെ കയറി പോകുന്ന ഒരു മനോഹരമായൊരു വഴിയാണ് കേട്ടോ. തെങ്ങിൻ തോട്ടമൊക്കെയാണ് കണ്ടോ. കിടിലം കാഴ്ച. ഇതാണ് അതിലും കിടിലം കാഴ്ച. നോക്കിയേ, അവിടെ നിന്നൊരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുറവുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നായിരുന്നെങ്കിൽ നല്ല വെള്ളമായിരുന്നു. അപ്പോൾ ഇച്ചിരി വെട്ടം കിട്ടുകയല്ലോ ഇതുപോലെ. ഈ പുഴ താഴെ ചെന്ന് പൂഞ്ഞാറ് പുഴയായിട്ട് സംഗമിച്ച് മീനച്ചിലാറുമായിട്ടൊക്കെ ഒന്നിച്ചങ്ങ് പോകുന്ന പുഴയാണ് കേട്ടോ. നമ്മളിപ്പം പൂഞ്ഞാറിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂഞ്ഞാറ് ഭാഗത്ത് വന്നിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ഈ വഴിക്ക് പോകുന്ന കുറേ കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഈ പാലവും പുഴയൊക്കെ കണ്ടോയി. എന്നാൽ ഇവിടുന്ന് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റോട്ടിൽ കയറി നല്ല എൻ്റെ പുറകിലേക്ക് കാണുന്ന റോഡ് പൂഞ്ഞാറിൽ നിന്ന് നമ്മൾ വന്ന വഴിയാണേ. ഇവിടുന്ന് ഇനി മുന്നോട്ട് കിടക്കുന്ന വഴിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പാതാമ്പുഴ, മുണ്ടക്കയം ആ റൂട്ടിലോട്ടൊക്കെ പോകാം കേട്ടോ. നമുക്കെന്തായാലും മുണ്ടക്കയം ഭാഗത്തേക്ക് ചെന്നിറങ്ങണം. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് റബ്ബറിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുകയാണേ. ഇവിടെ ഒരു പാലമുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല. അപ്പുറത്തൊരു പാലം നമ്മൾ കണ്ടാലേ. ഈ റബ്ബറിൻ്റെ കായൊക്കെ വീഴും കേട്ടോ. അതുകൊണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ റബ്ബർക്കാ വെച്ചൊക്കെ പമ്പരം ഉണ്ടാക്കി കളിക്കും. ഉള്ളിലെ കുരു ചൂടാക്കി മേത്ത് വെച്ച് പൊള്ളിച്ച് കളിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ ഈ വഴിയാണ് ഇങ്ങനെ യാത്ര ചെയ്യാനല്ലേ. ഒരു സൈഡിൽ ചെറിയൊരു കൈത്തോട്, വലത് സൈഡിൽ നല്ല കയ്യാല ഇങ്ങനെ കല്ലൊക്കെ കീറി കെട്ടിയേക്കുവാണ് കേട്ടോ. അത് മുഴുവൻ എന്തേരം ദൂരത്തിലാണ് അവർ ഇതിങ്ങനെ കെട്ടിയേക്കുന്നത് നോക്കി. മുകളിൽ നല്ല ജാതി ഗ്രാമ്പൂൻ്റെ ഒക്കെ തോട്ടങ്ങളാണ്. ഇവിടെ വന്നപ്പോൾ റംബുട്ടാനൊക്കെ വലയിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ വവ്വാല് കടിക്കാതിരിക്കാൻ. മനോഹരമായ വീടുകളൊക്കെ അവിടെയും. വീണ്ടും ഒരു മതിൽക്കെട്ട്. പുറകിൽ നിന്ന് കാറുകാരൊക്കെ നല്ല ഓണടിയാണ്. വീണ്ടും നമ്മളെ ഇരുണ്ട, അതായത് വഴിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് വീണ്ടും കയറുന്നത് കേട്ടോ. ഇവിടെയും ഒരു മതിൽക്കെട്ടും കയ്യാലൊക്കെ കാണുന്നുണ്ട്. വലിയ തോട്ടങ്ങളൊക്കെയാണ് മുകളിലോട്ട്. ഈ റോഡ് ആദ്യം നല്ല റോഡായിരുന്നു, പിന്നെ പൊളിഞ്ഞു പോയിട്ട് പേച്ച് വർക്ക് ചെയ്തിട്ടിരിക്കുവാണേ. വഴി സൈഡിലെ റബ്ബർ തോട്ടങ്ങളുണ്ടോ. ഇതൊക്കെ പണ്ട് പോലെ ഈ മേഖലയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മർഫി സാഹിബാണ് റബ്ബറിൻ്റെ പരിപാടിയായിട്ട് വന്നയാൾ. പണ്ട് നമ്മൾ മർഫി സാഹിബിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള നേരമൊന്നും കിട്ടത്തില്ല. അത് ഏന്തയാറൊക്കെ ചെന്നിട്ട് പോകണ്ടേ. ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് ചെയ്യണമെന്നൊരു പ്ലാനുണ്ട് എനിക്ക്. ഇനി കുറച്ച് മുന്നേ കഴിയുമ്പോൾ പാതാമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തുവേ. അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. പാലത്തെ കയറിയ പുഴ തന്നെ കാണാം. നാട്ടിൻപുറത്തെ ഈ തേക്കിൻ്റെ കൃഷി ഒരു നല്ല പരിപാടി കേട്ടോ. എവിടെ നോക്കിയാലും 10 തേക്ക് കാണും. ഇവിടെ ഈ ലെവൽ റോഡ് കുറേ ഉണ്ട് കേട്ടോ.
ഇതൊരു 2-3 കിലോമീറ്റർ ഉണ്ട്. പാതാമ്പുഴ എത്തി കേട്ടോ. പാതാമ്പുഴ ആ മയിൽക്കുറ്റിയെ 0 എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ ലെവലെല്ലാം തീരും. കുറച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ കയറ്റമായിരിക്കുമേ. റബ്ബർക്കായൊക്കെ വഴി കിടക്കുന്നതിന് മുകളിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നത്. ഇതാണ് പാതാമ്പുഴ സിറ്റിയുടെ ഒരു തുടക്കം. ചെറിയൊരു സിറ്റിയാണ് കേട്ടോ, വലുതൊന്നുമല്ല. കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പുറത്തൊരു ബസ്സൊക്കെ കിടപ്പുണ്ടേ. പാതാമ്പുഴ ആൻമേരി പാലായിക്ക് കിടക്കുന്നൊരു ബസ്. പിന്നെ പാതാമ്പുഴ സിറ്റിയൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ബാക്കിലേക്കുള്ള ഭാഗം നമ്മൾ കണ്ടതല്ലേ. നമുക്കിതാ നേരെയുള്ള ആ വഴിക്കാണ് പോകേണ്ടത്. ഇവിടുത്തെ പുഴയൊന്ന് കാണാം കേട്ടോ. മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ പുഴ, പാതാമ്പുഴയിലെ പുഴ. ഇതാണ് പാതാമ്പുഴ. ഉണ്ടോ, വെള്ളം കുറവാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ, പാതാമ്പുഴ കഴിഞ്ഞ് വീണ്ടും കയറ്റമൊക്കെയാണ് തന്നെയാണ് കേട്ടോ. പാതാമ്പുഴ വരെ വഴി നല്ല നിരപ്പൊക്കെ ആയിരുന്നേ. റബ്ബർ മേഖലയാണ് മൊത്തം. പാണക്കത്തടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ആ സൈഡിൽ നിന്നൊരു വഴി പോകുന്നത്. ഇവിടെ കുറേ നേരമായിട്ട് നമ്മൾ നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുവാണേ. കുറേ ചിലപ്പോൾ ഇറക്കം കിട്ടുമായിരിക്കും. ഇപ്പോൾ ഇച്ചിരി വനഭംഗി പച്ചപ്പൊക്കെ കൂടി. ഇതിങ്ങനെ ചോലത്തടം ആ വഴിയൊക്കെ കയറി അങ്ങനെ മുണ്ടക്കയത്തേക്കൊരു എളുപ്പവഴിയാണ്. ഇവിടെ ഒരു ജൽജീവൻ മിഷനൊക്കെ ഉണ്ട്, മാതൃക അങ്കണവാടി. പിന്നീട് അവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ഇതിലെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ കഴിഞ്ഞ ജംഗ്ഷൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മുകളിലവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പാതാമ്പുഴ കഴിഞ്ഞിട്ടുള്ള അടുത്ത ജംഗ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പറയണേ. ഈ വഴിച്ചേക്കുണ്ടോ കുറേ പൂക്കൾ നിൽക്കുന്നത്, നല്ല രസമുണ്ടോ അവന്മാരെ കാണാൻ. ഓ, ഇത് നല്ല കാര്യം. ഇതിൻ്റെ മുകളിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ട് കേട്ടോ, ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ട് ഇതിന് മണ്ടയ്ക്ക്. അവിടെ ജംഗ്ഷൻ വരും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഇവിടെ ഒരു കല്ലുവാഴ നിൽക്കുന്നു, നോക്കിയേ. ആ ഒരു ചെറിയ ടൂറിസ്റ്റ് പോയിന്റിലോട്ട് കയറുന്ന ഒരു വഴി ജംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേതാന്ന് നോക്കാം. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ ചോറ്റിക്ക് പോവാം, നേരെ പോയാൽ മുണ്ടക്കയം പോകാം കേട്ടോ. ഇതാണ് ചോറ്റിക്കൊക്കെ ഇറങ്ങുന്ന വഴി. ഒരു കടയൊക്കെ ഉണ്ട്. ഇതാ മലയിലോട്ട് കയറുന്ന വഴിയാണ്. ഇവിടെ മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം ചോലത്തടമാണെന്ന് തോന്നുന്നു. ചോലത്തടം കുറേ ഒരു ബൈക്കുകാരെ ഫുൾ ലൈറ്റിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ റോഡുണ്ടല്ലോ, നമുക്ക് അവിടുന്ന് ഹൈ റേഞ്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും കുട്ടിക്കാനത്താണ് 35-ാം മൈലിൽ നിന്ന് കയറി നമുക്ക് കൂട്ടിക്കല എൻ്റെ ഭാഗത്തേക്ക് വന്ന് ഈ വഴിയെ കയറി വന്നാൽ നമുക്ക് എയർപോർട്ട് ആ വഴിക്കൊക്കെ പോകാനായിട്ട് ഒത്തിരി എളുപ്പമുള്ളൊരു വഴിയായത് കേട്ടോ. പൂഞ്ഞാറ്, ഈരാറ്റുപേട്ട, പാല, രാമപുരം വഴി അങ്ങനെ
നമുക്ക് കൂത്താട്ടോളം വഴി നേരെ നെടുമ്പാശ്ശേരിക്ക് എറണാകുളത്തിനൊക്കെ പോകാം, അല്ലെങ്കിൽ ഏറ്റുമാനൂർ ചെന്നിട്ട് കോട്ടയത്തിന് പോകാം. ഇതിൻ്റെ ആ ഒരു സൈഡും ഉണ്ടോ, അവിടെ എല്ലാം നല്ല വനം പോലെ നിൽക്കുന്നുണ്ട്. കുറേ റബ്ബറും അല്ലാതെ കുറേ ഫോറസ്റ്റ് മേഖലയൊക്കെയാണ്. ഫോറസ്റ്റ് മേഖലയല്ല, അവിടെയൊക്കെ തെങ്ങ് കാണുന്നുള്ളൂ. അപ്പോൾ കാർഷിക മേഖലയാണ് അത് കേട്ടോ. റബ്ബറാണ്, റബ്ബറിൻ്റെ ഇടയ്ക്കൂടെ തെങ്ങുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു, നമ്മളവിടെ ഇറങ്ങിയില്ല. നമ്മൾ താഴെ നിന്ന് കയറി വന്ന് കഴിയുമ്പോഴേ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് നല്ല കയറ്റം കയറിയാണ് റോഡ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബോഡി അങ്ങുണ്ട്, പച്ചത്തുരുത്ത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് തോന്നുന്നു മുകളിലുള്ളത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് ഇതാ ഇതിലിങ്ങനെ ഒരു വഴി കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു വഴിക്ക് പോയാൽ അങ്ങോട്ട് പോകാം കേട്ടോ. ഈ കയറി പോകുന്ന വഴിക്ക് കല്ലുവാഴയൊക്കെ ഉണ്ട്, സാധാരണ വാഴയുണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ. ഇതൊക്കെയുണ്ടോ കല്ലുവാഴ. ചെറുതാണേലും ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ടല്ലേ. അതുപോലെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു ഇന്നാണ് ഞാൻ വന്നപ്പോഴും കണ്ടായിരുന്നു ഒരു ആരും ഇല്ലാത്തൊരു വീട് കിടക്കുന്നു. പിന്നെ അടുത്ത് വേറെ വീടുകളൊന്നും കാണാനുമില്ല കേട്ടോ. പണ്ടാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. കറണ്ട് ലൈനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, പക്ഷെ ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ വഴിക്ക് നമുക്ക് മുകളിലോട്ട് പോകാൻ വേണമെങ്കിൽ, പക്ഷേ ഇന്ന് നമുക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് അധികം പോകുന്നില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ റോഡ് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. ഓ, ഈ വെള്ളം കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഇത് എന്ത് സുന്ദരൻ ശുദ്ധമായ ജലമാണ് നോക്കിയേ. കല്ലുവാഴയുടെ കൊല കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാം, അത് കണ്ടോ ഒരു കല്ലുവാഴ കൊലച്ച് നിൽക്കുന്നത്. കണ്ടിട്ടില്ലാത്തൊരു കണ്ടോ കേട്ടോ, കല്ലുവാഴ കൊലച്ച് നിൽക്കുന്നത് കാണാം. ഇതെല്ലാം പള കേട്ടോ, പിന്നെ കൊല കാണാൻ വേണ്ടിയിട്ടാണ്, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സംഭവം. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കൊല വെട്ടിയെടുത്തിട്ട് ഇതിനകത്ത് അരി എടുക്കും. പഴം തിന്നാനൊന്നും കൊള്ളത്തില്ല, ഒരു കറുത്ത അരിയുണ്ട് ഇതിനകത്തെ. ആ വാഴയില അങ്ങനെ നിൽക്കുന്നത് ശരിക്കും കാണത്തുമില്ല. അതാണ് മരുന്നായിട്ട് എടുക്കുന്ന സാധനം. കുറച്ച് വളവും കയറ്റമൊക്കെ കയറി വന്നപ്പോൾ നമ്മളിപ്പോൾ ചോലത്തടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ചോലത്തടത്തിൻ്റെ ഒരു എൻട്രൻസ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊന്നും കാണാം. മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡ്, ആനക്കുഴി വർത്താനം റോഡ്. ഇത് കഴിഞ്ഞിട്ട് ആനക്കുഴി വർത്താനമൊക്കെ ഉണ്ട് ഈ വഴിക്ക്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുന്നോട്ടും 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ ചോലത്തടം. ഇവിടുന്ന് വഴി തിരിയുന്നുണ്ട്, ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ നമുക്ക് കൂട്ടിക്കലോട്ടി അല്ലാതെ അതിലേ അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് മുണ്ടക്കയം ടൗണ് കൂടാതെ നമുക്ക് KK റോട്ടിൽ പോയി കയറാം. ഇവിടുത്തെ പള്ളി ഇതാ, ചോലത്തടം പള്ളി. ജംഗ്ഷൻ ഇവിടുന്ന് വഴി തിരിയും കുറച്ച് താഴേനെ. നേരെ പോയാൽ മുണ്ടക്കയം. ഇതിലെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിക്കൽ ആ ഭാഗത്തേക്കൊക്കെ ചെല്ലും കേട്ടോ. നല്ല വഴിയാണ് താഴോട്ടെ, ഇച്ചിരി ഇറക്കമൊക്കെ ആണേ ഉള്ളൂ. ചോലത്തടം വന്നൊരു ചായ കുടിച്ചേക്കാന്ന് ചോദിച്ചു കേട്ടോ. ചായ ഉണ്ട്, എൻ്റെ കയ്യിൽ തന്നെ ഒരു കടി ഇരിപ്പുണ്ട്. പത്തിരിയാണ്. താഴെ നിങ്ങോട്ടെ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ടേ നല്ല മടുപ്പുണ്ട്. പത്തിരിയും ചായയും. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയേ, ആ ഒരു മേഖലയൊക്കെ കണ്ടോ. ഇവിടെ ഏതൊക്കെയോ പള്ളികളും റിസോർട്ടുകളും ഒക്കെ കാണാം. കുട്ടിക്കാനത്തിൻ്റെ ഒരു ഭാഗമൊക്കെ അങ്ങോട്ടേക്കെന്ന് തോന്നുന്നു. എന്തായാലും ദൂരത്തിൽ നല്ലൊരു കാഴ്ച കിട്ടുന്നുണ്ട് ഇവിടുന്ന്. ഇവിടെ നിന്നാണ് നമുക്ക് ഇച്ചിരി കൂടെ നല്ല കാഴ്ച കിട്ടുന്നത്. മുകളിലാണ് മറ്റേ ആ സിഗ്നൽ ബോർഡ് ഉള്ള കാരണം ശരിക്കും കാണാൻ പറ്റിയില്ലേ, അതാണ് വിഷയം. കണ്ടോ അവിടെ ആ റിസോർട്ടിൻ്റെ കാഴ്ചകളും മലഞ്ചെരുവൊക്കെ നോക്കി എന്തൊരു ഇതാണ്. അതിലേ അങ്ങനെ ഇറങ്ങി നമ്മളങ്ങ് താഴെ ചെല്ലണം കേട്ടോ. ഈ വഴിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുത്തു ചെരുവിനിങ്ങനെ ഇടിച്ച് താത്തിയിട്ടാണേ.
ഉരുളുപൊട്ടാനൊക്കെ വളരെ ചാൻസ് ഉള്ള ഒരു മേഖല ഇവിടെയൊക്കെ. എന്ത് ചെരുവാന്ന് നോക്കി അവിടെയൊക്കെ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. മുകളിൽ കല്ലുവാഴയുടെ ഒക്കെ അടയ്ക്കുന്ന ഇങ്ങനെ വരുന്നത്. ഈ വഴിക്ക് അങ്ങനെ ബസ്സില്ലാന്ന് തോന്നുന്നു. ബസ് കണ്ടില്ല കേട്ടോ. ഇവിടെ ഞാനിങ്ങനെ വന്നപ്പോഴേ വേറൊരു കാഴ്ച ഉണ്ടേ. ഇത് കണ്ടോ, ഒരു വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. ആ 2018-19 കാലഘട്ടത്തിലൊക്കെ ഉരുളുപൊട്ടലൊക്കെ ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ടേ. അന്നേരം പോയതാന്ന് തോന്നുന്നു ഇതെല്ലാം. നല്ലൊരു വീടൊക്കെ ആയിരുന്നല്ലേ പണ്ടത്തെ കാലത്തെ ഓടിട്ട വീട്. ഈ തെങ്ങിൻ്റെയൊക്കെ മണ്ട വരെ അടിച്ചു പറിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അതെന്തൊരു വരവായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ. ഇതിൻ്റെ ഒരു സൈഡൊക്കെ തകർത്തുകൊണ്ട് അതിന് ശേഷമാണ് ഇവിടെ ഈ റോഡൊക്കെ ഉണ്ടാക്കിയത്. ആ ഒരു സൈഡിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഇങ്ങ് പോകുന്നു കേട്ടോ. ആ മോളിൽ നിന്ന് നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടം കണ്ടോ. 1, 2, 3, 4 തട്ടായിട്ടാണ് വരുന്നത്. കൊള്ളാം, കിടിലൻ വെള്ളം ചാട്ടം. ഇവിടെ നിന്നൊരു വഴി മേളിലോട്ട് പോകുന്നുണ്ടേ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്റ്റാർട്ട് കൂട്ടിക്കൽ എൻഡ് ഏന്തയാർ. അത് ഈ താഴത്തെ റോഡിൻ്റെ കേട്ടോ. അപ്പോൾ ഈ മുകളിലോട്ട് പോകുന്ന വഴി അതാണല്ല. മുകളിലോട്ട് ഇനി വീടുകളിലേക്കും തോട്ടങ്ങളിലേക്കൊക്കെ പോകുന്ന വഴി ആയിരിക്കും ഇതേ. അപ്പോൾ ഏന്തയാർ വരെ, കുട്ടിക്കൽ ഏന്തയാറായിട്ട് 13 കിലോമീറ്ററാണ് നമ്മൾ ഈ പോകുന്ന വഴി പണിതേക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടോ ഇതുപോലത്തെ കല്ലൊക്കെയാണ്. ഒരു ഉറപ്പില്ലാത്ത സ്ഥലം കേട്ടോ ഇത് എന്നെനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഇടിഞ്ഞിങ്ങ് പോര്. കല്ലുവാഴ നിൽക്കി നോക്കി എത്ര എണ്ണമാണ്. അവിടെ ഒരെണ്ണം കുലച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇത് മൂത്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ മുകളിൽ ഒരെണ്ണം കുലച്ച് നിൽപ്പുണ്ട്. ഈ ഭാഗത്ത് കുറേ എണ്ണം ഉണ്ടല്ലോ വാഴ. എന്തായാലും നല്ല കിടിലൻ റോഡാണ് കേട്ടോ. ചെറിയ റോഡാണെങ്കിലും പെട്ടെന്ന് വളവ് ഇറക്കം വരുവേ. അതാ രസം. ചേമ്പ് കണ്ടോ നിൽക്കുന്ന വഴി സൈഡിലല്ല ഇങ്ങനെ വേറെ ചേമ്പാണ് നിൽക്കുന്നത്. നോക്കി കുറേ പൂക്കളും. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ ആണേ. അവിടെ ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലം കൂടെ ഉണ്ടേ. വേണം നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് നോക്കാം. ഇവിടെ നല്ല കിടിലൻ സ്ഥലമാണ് ഉണ്ടോ. നമ്മൾ ഈ കൂട്ടിക്കിലേക്കുള്ള റോഡ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ കാണുന്നൊരു കാഴ്ചകളാണ് ആ കാണുന്നതെല്ലാം. അങ്ങ് ദൂരെ നമുക്ക് പരുന്തുംപാറ സൈഡും റിസോർട്ടുകളും, അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് കുറേ വീടുകളൊക്കെ കാണാം. താഴെ നല്ല റബ്ബർ തോട്ടങ്ങൾ, വാഗമൺ മലനിരകളൊക്കെയാണ് ആ ദൂരെ കാണുന്നത്. കുറേ വെള്ളച്ചാട്ടങ്ങൾ. വാഗമണിലെ വാച്ചിങ് ടവറൊക്കെ അങ്ങ് ദൂരെ നമുക്ക് കാണാം കേട്ടോ. അത് അവിടെ 2 വാച്ചിങ് ടവറുണ്ട്. ഇവിടെ ഒരു പള്ളി കാണാം. അതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. വെയിലിച്ചിലൂടെ അങ്ങോട്ട് അടിക്കുവാണെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു പള്ളി കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണല്ലോ. ഒരു കുരിശുപള്ളിയാണെന്ന് തോന്നുന്നു. അതോ മുകളിൽ വലിയ പള്ളി ഉണ്ടോ? ഇവിടെ ഒരു കുരിശുപള്ളിയായിരുന്നു, മാതാവിൻ്റെ ഉണ്ണീശ്വരം കൂടെ. അതിനോട് ചേർന്ന് മുകളിലേക്ക് അങ്ങനെ ഒരു ഇവിടെ ആരാധനാലയം, ഇങ്ങനെ ഈ പ്രാർത്ഥന ധ്യാന കേന്ദ്രം അങ്ങനെ എന്തെങ്കിലും ആണോ? ഇത് കാവാലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ പള്ളിയും ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ മോളിൽ നിന്ന് കണ്ടില്ലേ ആ ഒരു പള്ളിയുടെ അതിൻ്റെ ഒരു കുരിശടി ആ റബ്ബർ തോട്ടത്തിനുള്ളിലുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ പള്ളിയൊക്കെ കാണുമ്പോൾ. സെൻറ്റ് മേരീസ് ചർച്ച് ഇതിൻ്റെ ഒരു ബാക്കിയായിരിക്കും മോളിൽ നമ്മൾ കണ്ടത്. ഈ വഴിക്ക് ഇങ്ങനെ പോയാലേ ഇവിടെ ചെറിയ പാലവും പുഴയൊക്കെ ഉണ്ടേ. ഇതുണ്ട്. ഇവിടുത്തെയൊക്കെ ഒരു ഭീകരാവസ്ഥ പോലത്തെ സ്ഥലങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ. ഇതൊക്കെ നമ്മളെ ശരിക്കും പ്രകൃതി ഇവിടെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ടാവും. 2018-19 ഭാഗത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉരുളൊക്കെ പൊട്ടിയൊരു സ്ഥലം ഇവിടെ കേട്ടോ. ഇവിടെ ഒരു ചെറിയ പുഴയൊക്കെ ഉണ്ട്. ഇതിലെ അങ്ങോട്ടൊക്കെ തോട്ടത്തിലോട്ട് പോകുന്ന വഴി അതോ കറണ്ട് ലൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്. അവിടെ നിന്നൊരു ചെറിയ പുഴ ഇങ്ങനെ ആ സൂര്യപ്രകാശം അടിച്ചിങ്ങനെ വരുന്നതാണ്. എന്ത് രസം അല്ലേ. ഇതുണ്ടോ ഈ പുഴയൊക്കെ ഇപ്പോൾ വളരെ ചെറുതാണ്.
ഇവിടെയൊക്കെ വലിയ മഴയും കാര്യങ്ങളൊക്കെ വന്ന് ഉറപ്പായിട്ട് ഉരുൾ പൊട്ടുന്ന ഭയങ്കരമായ പ്രശ്നം പിടിച്ച സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ. കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭീതിയാകുന്നൊരു രീതിയിലാണ്. ഞാൻ തിണ്ടൊക്കെ നിൽക്കുന്നത് നോക്കി. ഇതിൻ്റെ മേളിൽ ഒരു വീടുണ്ട് കേട്ടോ. ആ വീട് വഴിയിൽ നിന്ന് കാണാവേ. അത് പക്ഷേ അവിടെ ആൾക്കാരൊന്നും താമസമില്ല. അന്നത്തെ ആ ഇതിൽ വന്നപ്പം അവരൊക്കെ വീടൊക്കെ ഉപേക്ഷിച്ച് പോയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി ഭയങ്കര കേട്ടോ. ഇതാ ഒരു വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാണ്. പക്ഷെ ഇവിടെ ആൾസഞ്ചാരമൊന്നും അങ്ങനെ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണത്തില്ല. ചെറിയൊരു വഴിച്ചാൽ കുറേ ആയി ആൾക്കാരൊക്കെ നടന്നിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വീടൊക്കെ വിട്ടുപോയതായിരിക്കും. ഇവിടെ ഇത് എഴുതി വെച്ചേക്കുന്നുണ്ട്, കാവാലി എടപ്പള്ളി മുണ്ടുപാലം റോഡ്. ആ ഭാഗത്തേക്ക് പോകുന്ന വഴി ചെയ്തു കേട്ടോ. അതായത് ഈ വഴി നമ്മളങ്ങോട്ട് പോയില്ലേ, ഈ വഴി. നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടൊരു പൈനാപ്പിൾ ഫാമില്ലേ, അത് നോക്കി. ഇവിടുത്തെ റബ്ബർ വെട്ടിക്കളഞ്ഞാണേ. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് ആ നടുക്കൊരു വീടൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ മരത്തിന് തേക്കിൻ്റെ നേരെയായിട്ട് ആ കാണുന്നുണ്ടോ. നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ഇവിടെ വന്നപ്പോഴാണ് ആ പൈനാപ്പിൾ ഫാം ശരിക്കും നല്ലൊരു വ്യൂ ആയിട്ട് കാണാൻ പറ്റിയ കേട്ടോ. ഇതുകൊണ്ടോ ഇങ്ങനെ. ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകൾ അധികം ഉണ്ട് കേട്ടോ, കണ്ടുപോകാവേ. ഇവിടെ ഒരു പാലമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ കുറച്ച് പ്രായമൊക്കെ ഉള്ള റബ്ബർ തോട്ടങ്ങൾ. അതിൻ്റെ അത്തോടൊരു വഴി അങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ ഇത് കാവാലി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പാലത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് കേട്ടോ. കേട്ടോ, ഇവിടെ ഒരു വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പഴയ വീടൊക്കെ കാണാം. സ്റ്റേറ്റ് കാലത്തൊക്കെ ഉള്ളതാണ്. അവിടെ അങ്ങനെ ഒരു റബ്ബർ ഫാക്ടറിയൊക്കെ ആയിരിക്കും അല്ലേ, കാവാലി റബ്ബർ ഫാക്ടറി. ഇങ്ങോട്ട് വയ്ക്കും. പിന്നെ ഇവിടെ ഒരു മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അതുപോലെ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഓക്കെ, അതെല്ലാം ഒന്ന് കണ്ടുവരാവേ. ഈ മേഖലയൊക്കെ കാണാൻ കുറേ ഭംഗിയുള്ള സ്ഥലം. VS സഖാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്പലം അവിടെ ആണ് കേട്ടോ. ആ ഒരു ആൽമരമൊക്കെ കണ്ടോ. ശ്രീ മഹാദേവി ക്ഷേത്രം താളുങ്കൽ, കാവാലിയല്ല താളുങ്കൽ. ഇതാണ് അമ്പലം. 2 ആൽമരങ്ങളൊക്കെ ഉണ്ടേ. ഒരുപാട് ഭംഗിയുള്ള പഴയ മോഡലിലുള്ള ഒരു രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ക്ഷേത്രം. പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ ഇറങ്ങിപ്പോകില്ല. നമുക്ക് ഇതിലേ ഇങ്ങനെ പോയാൽ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ആ പാലത്തെ കൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഈ പാലത്തിൻ്റെ അവിടെ വന്ന് നമുക്ക് ആ പുഴയൊക്കെ ഒന്ന് കാണാം. ഇതിലെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ആൽമരത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ. അതിൻ്റെ അപ്പുറം ഒരു പൈനാപ്പിൾ ഫാമൊക്കെ ഉണ്ടല്ലോ. കിട്ടില്ല കാഴ്ച. ഇതൊക്കെയാണ് നാട്ടിൻപുറത്തെ കാഴ്ചകൾ. ഈ പാലത്തെ കയറി എന്ന് വേണം നോക്കാൻ. ഈ പാലത്തിനൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ഇപ്പുറത്തെ ഭാഗം പോയെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഈ പുഴയുടെ കാഴ്ചകളെ കിടിലം കാഴ്ച കേട്ടോ. ചേട്ടെ, ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ അമ്പലങ്ങളുടെയൊക്കെ ഒരു മനോഹരമായ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ്. ഇതിനോടുകൂടി പുഴ കണ്ടോ. അവിടെ ഒരു ആൽമരമുണ്ട്. അതിൻ്റെയൊക്കെ കീഴെ കൂടെ ഇങ്ങനെ ഒഴുകി പോകണം. ഇവിടുന്ന് അക്കരെ ഫാക്ടറിയിലോട്ട് പോകുന്ന വഴിയാണെന്ന് കേട്ടോ. അതിലെ അങ്ങനെ അപ്പുറത്തോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ളൊരു ടൈം നമുക്കില്ല. താളുങ്കലിൽ നിന്ന് നമ്മൾ വീണ്ടും റബ്ബർ കാടിനകത്തോടെ ഇടയ്ക്കടി 2-3 കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കറക്റ്റ് സമയത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലേ. ഇപ്പം വെയിലിങ്ങനെ അടിക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര ഭംഗിയുള്ള കാഴ്ച ഇവിടെ കിട്ടുന്നത്. ഇപ്പം നമ്മൾ കൂട്ടിക്കലെത്തി കേട്ടോ.
ഇവിടെ കൂട്ടിക്കല സ്കൂളും പള്ളിയൊക്കെയാണ്. അതിൻ്റെ ഒരു കോമ്പൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഇവിടുത്തെ നാട്ടുപുറം കാഴ്ചകളൊക്കെ ഒത്തിരി ഭംഗിയുള്ളതല്ലേ. ആ നല്ല രസമുണ്ടല്ലോ കാണാമല്ലേ. കണ്ടോ, ഇത് സ്കൂളാണല്ലേ. അപ്പുറത്താണ് കേട്ടോ പള്ളി. കൂട്ടിക്കല UP സ്കൂൾ ആൻഡ് LP സ്കൂൾ, പഴയ നിർമ്മിതിയൊക്കെ. പുറത്തിന് ഇവിടെ ഇത് ഭയങ്കര പരിപാടിയാണ്. എന്നാ ഇതോടെ പരിപാടി. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പള്ളിയാണേ. പള്ളി ഇതാ ഇതിലേ ഇങ്ങനെ കാണാം കേട്ടോ, കൂട്ടിക്കല പള്ളി. അതിൻ്റെ ഫ്രണ്ട് വശം അവിടെയാണ്. നമുക്ക് അവിടെ നിന്ന് കയറി കാണാം. കൂട്ടിക്കല പള്ളിയുടെ ഫ്രണ്ടിലുള്ള കുരിശടിയാണിത്. കുട്ടിക്കല പള്ളിയുണ്ടോ. ഇതൊക്കെ കുറേ വർഷം മുമ്പുള്ള പള്ളി കേട്ടോ. അവിടെ നല്ലൊരു ഗ്രോട്ടോയൊക്കെ ഉണ്ടേ. ഈ ഒരു കുരിശടിയുടെ ഭംഗി ഇവിടെ നോക്കുമ്പോഴാണ് നല്ലതായിട്ട് കാണാൻ പറ്റുന്നത്. സെൻറ്റ് ജോർജ് ഹൈസ്കൂളാണ് അത് കേട്ടോ. ആ മരങ്ങളുടെ ഇടയിൽ കൂടെ നമുക്ക് കാണാമല്ലേ. കൂട്ടിക്കൽ ടൗണിലേക്ക് നമ്മൾ കയറുവാണേ. കൂട്ടിക്കൽ ടൗണ് ഇടത്തോട്ടുള്ള വഴി ഏന്തയാറിനൊക്കെ, വലത്തോട്ടുള്ള വഴി മുണ്ടക്കയത്തിനൊക്കെ. നമ്മൾ വന്നത് ഈ ബാക്കിൽ നിന്നുള്ള വഴിക്കാണ് കേട്ടോ. നമുക്കപ്പോൾ റൈറ്റ് പോയിട്ട് അപ്പുറത്ത് എന്നൊരു പാലത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മളെ മുണ്ടക്കയം പോകുന്ന വഴി ഇങ്ങനെ പോവാണേ. ഇടത് സൈഡിൽ പുഴയുണ്ട് കേട്ടോ. കുട്ടിക്കൽ പുഴ. ഇപ്പോൾ പുഴ ശാന്തമായിട്ട് ഒഴുകുന്നു. 2018, 19, 20, 21 ഒക്കെ കലിതുള്ളിയ ഒരു പുഴയാണിത്. ഇപ്പോൾ കണ്ടോ എന്ത് പാവമാണ്. അക്കരെയായിട്ട് നമുക്ക് കൂട്ടിക്കല CSI പള്ളി കാണാം കേട്ടോ. ഒരു 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള പള്ളിയാണേ. ഇപ്പം ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ 35-ാം മൈലിലേക്ക് പോകുന്നത്. CSI പള്ളി ഇവിടെ കണ്ടോ. പാലത്തിന് ചുറ്റും ഇങ്ങനെ ഈ വേലിയൊക്കെ കെട്ടി, ഇരുമ്പ് കൊണ്ട് വേലിയൊക്കെ കെട്ടി ചെടികളൊക്കെ പിടിപ്പിച്ചേക്കുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലേ. പാലവും പുഴയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാല്ലേ. ചപ്പാത്ത് പാലമായിട്ടുണ്ടായിരുന്നൊരു പാലമാണിത്, പൊക്കിപ്പണത്. വെള്ളം നല്ല സ്വർണം പോലെ തിളങ്ങി ഒഴുകുന്നുണ്ട്. പാലത്ത് നിന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. ആ സൈഡിലിരുന്ന കെട്ടിടങ്ങളൊക്കെ ആ മഴയത്ത് പോയായിരുന്നു കേട്ടോ. പിന്നെ പണിതാണ് അതുകൊണ്ടോ ഇടിഞ്ഞു പോകുന്ന കണ്ടില്ലായിരുന്നു ഒരു കെട്ടിടമൊക്കെ. അത് ആ സൈഡിൽ നിന്നാണ് പോയത്. പിന്നെ കെട്ടിയുണ്ടാക്കിയത് അതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലോട്ട് ഇപ്പോൾ കയറി കേട്ടോ. കോട്ടയം ജില്ല കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇടുക്കിയിലേക്ക് കയറിയേ. 35-ാം മൈൽ കൊക്കയാറ് ഒക്കെ ഈ വഴിക്കാം. ഇത് നാരകപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് മുന്നോട്ട് നമുക്കിനി പോണേ. ഇപ്പോൾ കൊക്കയാറ് വഴി നമ്മൾ പോകുന്നു കേട്ടോ. ഈ വഴിയൊക്കെ ഫുൾ ടാറിങ്ങായി. ഈ വഴി നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഇത് അത്രയും ടാറിങ് ആയില്ലായിരുന്നു. ഈ ഭാഗത്തൊക്കെ കുറേ നല്ല വീടുകളൊക്കെ ഉണ്ട്. പിന്നെ പുഴയൊക്കെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. പക്ഷെ പുഴ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോൾ പുഴ ഇറങ്ങിയിരിക്കുന്ന സമയമായിരിക്കും. വിജനമായ എവിടെയെങ്കിലും പുഴയൊക്കെ കിട്ടുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. കൊക്കയാർ, ഇതിൻ്റെ അപ്പുറത്തൊരു പോയിന്റ് ഉണ്ട്, അവിടെ നമുക്കൊന്ന് നിർത്താം. നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ അടി കിടക്കുന്ന കല്ലുകൾ വരെ കാണാൻ പറ്റുന്നുണ്ട്. അത്രയും ക്ലിയർ വെള്ളം. ഇവിടെ ഒരു ജംഗ്ഷനാണേ.
ഉറുമ്പിക്കരയ്ക്കൊക്കെ പോകുന്ന ഈ വഴിക്കാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുവാണേ. ആ റോഡിൻ്റെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ മേലോരം ഉറുമ്പിക്കര ആ റൂട്ടൊക്കെ അല്ല, മേലോരം മോളിക്കൂടെ ഒരു വഴിയുണ്ട്, അതിലാണ് പോകുന്നത്. ഇതാണ് ഉറുമ്പിക്കര ഉപ്പുകുളം ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമ്മൾ ഏലപ്പാറ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കുപ്പക്കുളം എന്നാണ്, കുപ്പക്കുളമല്ല ഉപ്പുകുളമാണ് കേട്ടോ. അവിടെ നിന്നാണ് മണിമലയാറിൻ്റെയൊക്കെ ഒരു ഉത്സവമൊക്കെ. നമ്മൾ വന്ന വഴി ഇത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കയറി പോകാനുള്ള വഴി ഇതാ ഈ കാണുന്നതാണ്. നല്ല വളവാണേ, പെട്ടെന്ന് കേട്ടോ. കാറൊക്കെ വരുന്ന വരവുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ പൈനാപ്പിൾ ഫാമാണിത് മൊത്തത്തിൽ. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 35-ാം മൈലിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ തുടങ്ങി വന്നിട്ടുള്ള ഒരു കാഴ്ചകൾ. പക്ഷേ എന്നാലും ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയല്ലേ. ഇതിന് ഇവിടുന്ന് നമ്മൾ ആ നേരെയുള്ള വഴിക്കാണ് വന്നത്. ഇവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്, ആ വഴിക്ക് പോയാൽ മേലോരം പോകും കേട്ടോ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടോ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പരിചയക്കാരിലേക്കും നമ്മുടെ വീഡിയോ എത്താത്ത സ്ഥലത്തേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്താ പറയാം, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.